ഞാനൊന്ന് ചോദിക്കട്ടെ, 7000 രൂപ കൊണ്ടിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? ഈ പറയുന്ന ഒരാശാ വർക്കർക്കും കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ? നമുക്ക് വസ്തുവിൻ്റെ ടാക്സ് അടയ്ക്കണ്ടേ? നമ്മൾ വീടിൻ്റെ കരം അടയ്ക്കണ്ടേ? ഈ ഇങ്ങനെ പറയുന്ന സാധാരണ ഒരു വ്യക്തി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളും ടാക്സ് അടച്ചാലേ പറ്റുള്ളൂ. ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത്. 2008 ജനുവരിയിലാണ് ഞങ്ങൾ കയറുന്നത്. അന്ന് ഒരു ഓണററിയോ ആവട്ടെ, ഒരു ഇൻസെൻറ്റീവും ഇല്ലാതെയാണ് ഞങ്ങൾ സന്നദ്ധ സേവകരായിട്ടാണ് ഞങ്ങളെ എടുത്തത്. പക്ഷെ അന്ന് ചെറിയ ജോലി മാത്രമേ ഉള്ളായിരുന്നു. അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ, അത് ഗർഭിണികളുടെയും കാര്യങ്ങൾ നോക്കുക എന്ന മാത്രം ഒരു കാര്യമേ നമ്മൾ തന്നിട്ടുള്ളായിരുന്നു. പക്ഷെ പോകെ പോകെ ഇന്ന് ഈ 18 വർഷം പിന്നിടുമ്പോൾ ഞങ്ങൾ ചെയ്യാത്ത ജോലികളില്ല. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് UDF സർക്കാർ വന്നപ്പോൾ 1000 രൂപ മാത്രമാണ് നമുക്ക് ഓണറേറിയം തന്നെന്നുള്ളത്. സത്യമായ കാര്യമാണ്, അതിൽ നിഷേധിക്കുന്നില്ല. പക്ഷേ അന്ന് നമുക്ക് കുറച്ച് ജോലി മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ജോലികളെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ജോലി നമുക്ക് എണ്ണിയാൽ തീരില്ല. നമ്മൾ ഒരു ദിവസം രാവിലെ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ ഗർഭിണി ഉണ്ടെങ്കിൽ അവരെ കാര്യം നോക്കണം, 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കാര്യം നോക്കണം, 10 വയസ്സ് വരെയുള്ള കുട്ടിയും 15 വയസ്സുള്ള കുട്ടിയും ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് തിരക്കണം, അവരുടെ പരിസരം നോക്കണം, അത് ശുചിയാണോ എന്നുള്ളത്, സോഴ്സലേഷൻ നടത്തണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കിണറ്റിൽ ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ശൈലി, നമ്മുടെ ഓരോ സർവേകളും നമ്മൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ജീവിത രോഗവുമായി ബന്ധപ്പെട്ടുള്ള ശൈലികൾ നോക്കണം. ആ ശൈലിയുമായി ബന്ധപ്പെട്ട് തന്നെ ക്യാൻസർ രോഗികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, എത്ര കിഡ്നി പേഷ്യൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം, അവർ ഡയാലിസിസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം, കിടപ്പിലായ രോഗികളെ നോക്കണം. കിടപ്പിലായ രോഗികളെന്ന് മാത്രമല്ല, തീരെ കിടപ്പിലായ രോഗികളല്ലാത്തവരെ നമ്മൾ നോക്കണം. മാത്രമല്ല, ഏതെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഒറ്റപ്പെട്ട് താമസിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ കാര്യങ്ങൾ അത്രയും നമ്മൾ ദൈനംദിനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഈ ഓണറേറിയം കൂട്ടിത്തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്.